വളർത്തുന്ന നിരവധി ആളുകളുണ്ട്. പൂച്ചയെ കൊഞ്ചിക്കുക, വീട്ടിൽ കയറ്റുക, ഇതുകൂടാതെ കിടക്കയിൽ പോലും കിടത്തി താലോലിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഒരു വീട്ടിൽ പൂച്ചയുണ്ടെങ്കിൽ അതിനെ എടുത്ത് താലോലിക്കുന്നത് ആ വീട്ടിലെ കുട്ടികൾ തന്നെയായിരിക്കും. കുട്ടികൾക്ക് പൂച്ചയെ കളിപ്പിക്കാനും അവയെ ഒരുക്കി നടത്താനും വളരെ പ്രിയമായിരിക്കും. എന്നാൽ ഇതേ പൂച്ച മൂലം നിങ്ങളുടെ തലച്ചോറിനും ആരോഗ്യത്തിനും നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. അവ എന്തെല്ലാമെന്ന് നോക്കാം. പൂച്ചയും പാരസൈറ്റും. പൂച്ചയുടെ ശരീരത്തിൽ ടോക്സോപ്ലാസ്മ ഗോണ്ടി എന്ന പാരസൈറ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ പാരസൈറ്റ് ശരീരത്തിലുള്ള പൂച്ചയെ നിങ്ങൾ പരിപാലിക്കുകയും കയ്യിലെടുക്കുകയും ചുംബിക്കുകയും ചെയ്യുന്നത് വഴി ഈ പാരസൈറ്റ് മനുഷ്യ ശരീരത്തിലും എത്തുന്നു. മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇവ കാരണമാകുന്നു. പൂച്ചകളിൽ പാരസൈറ്റ് വരുന്നതിന് പിന്നിൽ വീട്ടിൽ വളർത്തുന്ന പൂച്ചകൾക്ക് എല്ലായ്പ്പോഴും പാചകം ചെയ്ത ആഹാരം നൽകേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ചു മാംസം നൽകുമ്പോൾ പാചകം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പച്ചമാംസം കഴിക്കുന്നത് വഴി പൂച്ചകളിൽ ടോക്സോപ്ലാസ്മ എന്ന പാരസൈറ്റ് ശരീരത്തിലെത്താൻ സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരത്തിൽ പൂച്ചയിലെത്തുന്ന പാരസൈറ്റ് മനുഷ്യരിലേക്കും പ്രവേശിക്കുന്നു. മനുഷ്യരിൽ പാരസൈറ്റ് വന്നാൽ പൂച്ചകളിൽ നിന്നും മനുഷ്യനിലേക്ക് ഈ പാരസൈറ്റ് എത്തിയാൽ ഇത് തലച്ചോറിന്റെ ആരോഗ്യത്തെ പല വിധത്തിൽ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത, അതുപോലെ കാഴ്ചമങ്ങൽ, കരളിനെ ബാധിക്കൽ, തൊണ്ടവേദന, ക്ഷീണം, പനി, പേശിവീക്കം എന്നിങ്ങനെ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരെയെല്ലാം ബാധിക്കാം? രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിൽ ഈ പാരസൈറ്റ് ബാധിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഗർഭിണികൾ, വിറ്റാമിൻ ഡി കുറവുള്ളവർ, HIV, ക്യാൻസർ എന്നീ രോഗങ്ങളുള്ളവർക്കെല്ലാം ഈ പാരസൈറ്റ് ബാധിക്കാനുള്ള സാധ്യത കൂടുന്നു. വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്: ഇടയ്ക്ക് വിരശല്യത്തിനുള്ള മരുന്ന് കഴിക്കുന്നത് ഈ പാരസൈറ്റ് ശരീരത്തിൽ നിന്നും ഇല്ലാതാകുന്നതിന് സഹായിക്കുന്നതാണ്. അതുപോലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. വിറ്റാമിൻ ഡി ശരീരത്തിൽ കൃത്യമായി ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ പൂച്ചയ്ക്കും ഇടയ്ക്ക് വിരയ്ക്കുള്ള മരുന്ന് നൽകുന്നത് നല്ലതാണ്. പൂച്ചയ്ക്ക് പച്ചമാംസം നൽകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പൂച്ചയ്ക്ക് ആഹാരം നൽകുന്ന പാത്രം വൃത്തിയാക്കുക. പരമാവധി പൂച്ചകളെ വീട്ടിൽ പാർപ്പിക്കാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അമിതമായി പെരുമാറുന്ന സ്ഥലത്ത് പൂച്ചയെ പ്രവേശിപ്പിക്കാതിരിക്കുക. തെരുവിലെ പൂച്ചകളെ വളർത്താൻ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ചധികം ശ്രദ്ധിക്കുക.